അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നുബൂസ് ലക്കി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ ക്രാഫ്റ്റാണ്. പേപ്പർ ക്രാഫ്റ്റ് എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ബേബീസിനൊക്കെ ഡ്രസ്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല അടിപൊളി ഫ്ലവർ ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിലേക്ക് പ്രധാനമായും വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോക്സാണ്. ഇത് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സാണ്. ഫാബ്രിക് പെയിൻറ്റ്, അതുപോലെ തന്നെ ഗ്ലൂ, A4 ഷീറ്റ്, പിന്നെ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ നീളത്തിൽ ഇങ്ങനെ സ്റ്റെമ്മാക്കില്ല, അതുപോലെയുള്ളത്, പിന്നെ കത്രിക, അതുപോലെ ഡബിൾ ടാപ്പ് സ്റ്റിക്കറും വേണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വൈറ്റ് ഭാഗം കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫാബ്രിക് എടുക്കുന്നത്. നമുക്ക് അവസാനം ചെയ്യാം. അതിന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫ്ലവർ ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഫ്ലവറിൻ്റെ ഈ ഒരു അറ്റം ഞാനൊരു 2.5 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. നീളം വന്നിട്ട് നമ്മൾ ആ ഒരു A4 ഷീറ്റിൻ്റെ ആ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ മടക്കാം, എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഒരേ രൂപത്തിൽ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് സ്പീഡിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പം പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഒരേപോലെ നമ്മൾ മടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ അതൊന്ന് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പശ തേച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ മറ്റേ ഒരു ലെങ്ത്തുള്ള പേപ്പറും, അതുപോലെ തന്നെ കുറച്ച് അതിൻ്റെ ആ ഒരു ബാലൻസ് ഇനിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു പേപ്പറും കൂടി ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ പുറത്തും കൂടി നമ്മൾ പശ തേച്ച് കൊടുക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് ടൈം ഇതിന് സ്പെൻഡ് ചെയ്താൽ മതി. ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ പശ തേച്ച് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് നമ്മൾ തികച്ചും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ബേബിക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സ്. അപ്പോൾ ആ ഒരു ബോക്സ് ഇനി ആരും കളയണ്ട. നമുക്കിതുപോലെ ആ ബോക്സ് വെച്ചിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോക്കേസിലൊക്കെ വളരെ ഭംഗിയാക്കി വെക്കാനും. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇതേ കളറിൽ തന്നെ ഞാൻ കുറച്ചും കൂടി അതായത് വീതി കൂടിയിട്ടുള്ള വേറെ 2 പേപ്പറും എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ പുറത്ത് കൂടി ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു പൂവിന്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 പേപ്പർ ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്നിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ചെറിയ ആ ഒരു പൂവുണ്ടല്ലോ, ഫ്ലവർ, അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ലൊരു ഫ്ലവറായി കിട്ടും. അങ്ങനത്തെ ഞാൻ സൈസ് കുറച്ച് കൂടിയതും സൈസ് കുറച്ച് കുറഞ്ഞ രണ്ട് ടൈപ്പും ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ടല്ലോ ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ എനിക്ക് ഇത് വീഡിയോ ആക്കി ഇടാൻ തന്നെ തോന്നിപ്പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടൈപ്പിൽ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡബിൾ ടാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ നല്ലോണം സ്റ്റിക്കായിക്കോളും. നമുക്ക് ജസ്റ്റ് ഒരു കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് 2-3 കളർ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കാം. ആദ്യം അതിന് വൈറ്റ് ആയിരുന്നു. അപ്പോൾ വൈറ്റിൽ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കൊടുത്ത് ഇപ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നല്ല വലിയൊരു ഡ്രോയിങ് ചെയ്യുന്നല്ല, നമുക്ക് കഴിയുന്ന രൂപത്തിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ 2 ടൈപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ പൂവ് വെച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ നല്ലൊരു ഫ്രെയിം പോലെ ആക്കിയിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് അടിച്ച് പോവാതൊക്കെ
സ്കിപ്പ് അടിച്ചാൽ പിന്നെ ഇതിൻ്റെ ആ ഒരു ഫുൾ വീഡിയോൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ടൈപ്പ് 2 എങ്ങനെയാണെന്ന് നോക്കാം. അത് നമ്മൾ വേണ്ടി സാധാ നമ്മൾ വെള്ളം കുടിക്കുന്ന ആ ഒരു പേപ്പർ കപ്പില്ലേ, അതെടുത്ത് ജസ്റ്റ് അതിൻ്റെ നടു ഇങ്ങനെ മുറിക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക. അതവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ ആ കപ്പിൻ്റെ ആ ഒരു ആകൃതി അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്കിൽ കളർ ചെയ്യണമെന്നില്ല. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ കളർ ചെയ്ത് വരാം. ഞാൻ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഇതിനും കൊടുക്കുന്നത്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് വരുമ്പോൾ നമ്മുടെ ആ പൂവ് കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് കൊടുക്കാവുന്നതാണ്. ഞാൻ ഫാബ്രിക്കിൽ കൊടുക്കുമ്പോൾ കുറച്ച് വാട്ടർ ചേർത്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡായി കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഫാബ്രിക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ഈ കപ്പിൻ്റെ മുകളിൽ ഞാൻ ബ്ലൂ ആണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു അട്രാക്റ്റീവ് കളർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എൻ്റെ സ്റ്റാൻഡ് എൻ്റെ മോനെ എടുത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഷെയ്ക്കായി പോകുന്നത്. ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഷെയ്ക്ക് പോലെ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അത് അവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ അങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കളറ് അവിടെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ഒരു കാണുമ്പോൾ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ട് നമ്മുടെ സെക്കൻഡ് ടൈപ്പ്. എങ്ങനെയുണ്ട് ഇത് കാണാൻ? നല്ല ഭംഗിയില്ലേ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം.